ഹലോ ഗൈസ്, സൺഡേസ് ഫണ്ടേ എന്നും പറഞ്ഞിരിക്കുമ്പോഴാണ് ഉമ്മ വന്നിട്ട് പറഞ്ഞത്, മോനെ ഉച്ചക്കേക്ക് കറി വെക്കാൻ ഒന്നുമില്ല, പോയിട്ട് വാങ്ങിയിട്ട് വാടാ. എന്നാൽ പിന്നെ നേരെ വണ്ടി എടുത്തിട്ട് സൺഡേസ് ഫണ്ടേ ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ട് വേഗം പോയി. അങ്ങനെ നേരെ പോയി നല്ല ബീഫ് വാങ്ങാന്ന് വിചാരിച്ചു. അങ്ങനെ ബീഫും പാക്കറ്റാക്കി നേരെ ബൈക്കും എടുത്തിട്ട് വീട്ടിലേക്ക് അങ്ങ് പോയിട്ട് നേരെ നാസ്ത കഴിക്കാൻ പോയി. നല്ല വിശപ്പുള്ളോട് നല്ല പത്തലും ഞണ്ട് കറിയും ഉണ്ടായിരുന്നു. എന്ത് ടേസ്റ്റാന്ന് പറയാം, എൻ്റെ ഉമ്മ ഉണ്ടാക്കിയ പത്തലും ഞണ്ട് കറി സൂപ്പർ ഡൂപ്പി ടേസ്റ്റ്. നാസ്ത കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഉമ്മ നല്ല ബീഫ് ബിരിയാണി ഉണ്ടാക്കാനുള്ള മസാലാസ് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ അടുത്ത പണിയാണ് നമ്മുടെ വണ്ടി കഴുകി വൃത്തിയാക്കി കുളിച്ച് കുട്ടപ്പന. വണ്ടിയിലേക്കുള്ള വെള്ളമടി തുടങ്ങി ഉമ്മ നല്ല ബിരിയാണിക്കുള്ള മസാലയും നല്ല നെയ്ച്ചോറും അടിപൊളി. അതൊന്നും നോക്കിയില്ല, ഷാമ്പു എടുത്തിട്ട് എഞ്ചിനും അതൊക്കെ ഇങ്ങനെ തൊട്ടിച്ച് വൃത്തിയാക്കി. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ജൂപ്പിറ്റർ കുട്ടനെയും കഴുകി വൃത്തിയാക്കി. പിന്നെ അങ്ങോട്ട് തളർന്നു പോയി. അങ്ങനെ വണ്ടീനെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ല ബിരിയാണി ഉണ്ട്, പക്ഷെ ഞാൻ നല്ല നെയ്ച്ചോറും മസാലക്കറിയും കൂട്ടി ഒരു പിടുത്തം അങ്ങോട്ട് പിടിച്ചു. അത് കഴിഞ്ഞ് നമുക്ക് ഫുഡ്സിന്റെ ചെറിയൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. ഇതാണ് പിസ്താഷ്യോ കുനാഫ ക്രഞ്ചർ. ഒന്നും നോക്കിയില്ല, അതും കൂടി അങ്ങോട്ട് ചാമ്പി. പിന്നെ ഒരു ഉറക്കം അങ്ങോട്ട് ഉറങ്ങി. അങ്ങനെ മൈരി പോകുമ്പോഴത്തേക്ക് എണീച്ചൊരു ഗ്ലാസ് പാലും കുടിച്ച് നിസ്കാരവും കഴിഞ്ഞ് നേരെ നമ്മൾ പെറ്റാച്ചന്റെ വീട്ടിലോട്ട് അങ്ങോട്ട് പോയി. പെറ്റാച്ചന്റെ വീട്ടിൽ ഒരു 9 മണിയാകുമ്പോൾ പോകുമ്പോഴുണ്ട് നമ്മുടെ നിഹാലി, നബീൽ കാക്ക, ചാച്ചി എല്ലാവരും ഇരുന്ന് പ്ലേ സ്റ്റേഷൻ 2 കളിക്കുന്നു. പിന്നെ ഞാനും അങ്ങോട്ട് അരങ്ങായി. അത് കഴിഞ്ഞ് പെറ്റു പറഞ്ഞു, മോനെ നല്ല മന്തി ഉണ്ട് കഴിച്ചു. പിന്നെ ഒന്നും നോക്കില്ല, നല്ല ചിക്കൻ മന്തിയും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി. അപ്പോൾ ശരി എന്നാ.